ഹായ് ഫ്രണ്ട്സ്, നമുക്ക് CSEBയുടെ സിലബസ് അനുസരിച്ച് പഠിച്ചു തുടങ്ങാം. ഇതിൽ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കൂടെ കൂടാം. ഇന്ന് നമ്മൾ നോക്കുന്നത് കോഓപ്പറേഷൻ്റെ മൊഡ്യൂൾ 1 കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന പോർഷനാണ്. അപ്പോൾ അതിൽ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തേക്കുന്നത് 4 സ്റ്റേജസ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ICA പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തേക്കുന്നത് 3 സ്റ്റേജസ് ആയിട്ടാണ്. ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ. അപ്പോൾ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ ആയിരുന്നു ആദ്യത്തെ സ്റ്റേജ്. 1860 1860 ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു 8 പ്രിൻസിപ്പിളായിരുന്നു റോക്ക്ഡെയിൽ പ്രിൻസിപ്പിളായിട്ടുള്ളത്. 8 പ്രിൻസിപ്പിൾ. ആദ്യത്തേത് ഓപ്പൺ മെമ്പർഷിപ്പ്, സെക്കൻഡ് ഡെമോക്രാറ്റിക് കൺട്രോൾ, തേർഡ് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഫോർത്ത് പാട്രണേജ് ഡിവിഡൻഡ്, ഫിഫ്ത്ത് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, സിക്സ്ത് ക്യാഷ് ട്രേഡിംഗ്, സെവൻത്ത് പ്രമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, എയ്ത്ത് സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടറേറ്റ് ഗുഡ്സ്. അപ്പം ഇത്രയായിരുന്നു 8 പ്രിൻസിപ്പിളായിരുന്നു ഫസ്റ്റ് സ്റ്റേജ്. അതായത് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിളായിട്ട് 8 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അത് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ ബൈ ICA. അപ്പം ICAയുടെ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിളായിരുന്നു സെക്കൻഡ് സ്റ്റേജ്. അതിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നത് 1934 ലണ്ടൻ കോൺഗ്രസ്സിൽ വെച്ചായിരുന്നു റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിളിന് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് 1937 പാരീസ് കോൺഗ്രസ്സിൽ വെച്ചായിരുന്നു റിപ്പോർട്ട് തയ്യാറാക്കിയത്. അപ്പം അതിൽ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ ബൈ ICA എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് പ്രിൻസിപ്പിളിലെ 4 എണ്ണം എസെൻഷ്യൽ എന്നും ബാലൻസ് 4 എണ്ണം നോൺ എസെൻഷ്യൽ എന്നും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തു. അതായത് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാട്രണേജ് ഡിവിഡൻഡ്, ഈ 4 എണ്ണം എസെൻഷ്യൽ കാറ്റഗറി ആയിട്ടും പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, ക്യാഷ് ട്രേഡിംഗ്, പ്രമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടറേറ്റ് ഗുഡ്സ്, ഈ 4 എണ്ണം നോൺ എസെൻഷ്യൽ ആയിട്ടും കാറ്റഗറൈസ് ചെയ്തു. അപ്പം അതിനകത്ത് വേറെ അഡീഷണൽ പ്രിൻസിപ്പിളൊന്നും വന്നിട്ടില്ല. ഇത് തന്നെ 4 എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും കാറ്റഗറൈസ് ചെയ്തതേ ഉള്ളൂ. പിന്നീട് വന്നത് തേർഡ് സ്റ്റേജാണ്. തേർഡ് സ്റ്റേജ് DG കാർവേ കമ്മിറ്റി ആയിരുന്നു തേർഡ് സ്റ്റേജിൽ വന്നത്. കമ്മിറ്റി വന്നത് 1964 കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് 1966 1964 ബോൺമൗത്ത്, ലണ്ടനിലെ ബോൺമൗത്തിൽ വെച്ചായിരുന്നു കാർവേ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത്. ആ കമ്മിറ്റിയിൽ 5 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളായിരുന്നു. അപ്പം ഏതൊക്കെയാണ്? UK-യിൽ നിന്നുണ്ടായിരുന്നു, US-ൽ നിന്നുണ്ടായിരുന്നു, USSR-ൽ നിന്നുണ്ടായിരുന്നു, ജർമ്മനിയിൽ നിന്നുണ്ടായിരുന്നു, പിന്നെ ഇന്ത്യയിൽ നിന്നും ഉണ്ടായിരുന്നു. UK-യിൽ നിന്ന് വന്നത് ബോണർ എന്ന ആളായിരുന്നു, USA-ൽ നിന്ന് കൗഡൻ, USSR-ൽ നിന്ന് കിറ്റ്സ്നോവ്, ജർമ്മനിയിൽ നിന്ന് ഹാൻസ്ലർ, ഇന്ത്യയിൽ നിന്ന് DG കാർവേ. അങ്ങനെ 5 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളായിരുന്നു DG കാർവേ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഇവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1996 വിയന്ന കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. 1996 വിയന്ന കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. അതിനകത്തൊരു 6 പ്രിൻസിപ്പിളായിരുന്നു DG കാർവേ കമ്മിറ്റി പറഞ്ഞിരുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്, തേർഡ് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, ഫോർത്ത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്, ഫിഫ്ത്ത് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, സിക്സ്ത്ത് കോഓപ്പറേഷൻ എമം കോഓപ്പറേറ്റീവ്സ്. ഇത്രയും പ്രിൻസിപ്പിളായിരുന്നു റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ അഥവാ DG കാർവേ കമ്മിറ്റിയുടെ പ്രിൻസിപ്പിളെന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത്
എന്നും പറയുന്നുണ്ട്, അല്ലെങ്കിൽ കാർവേസ് പ്രിൻസിപ്പിൾ എന്നും പറയുന്നുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് എന്നും കാർവേസ് പ്രിൻസിപ്പിൾ എന്നും ഈ 6 പ്രിൻസിപ്പിളിനെ നമ്മൾ പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് 4th സ്റ്റേജാണ്. 4th സ്റ്റേജിൽ പ്രിൻസിപ്പിൾ ബൈ ICA 1992 ടു 1992 അപ്പോയിൻറ്റ് ചെയ്തു. 1995 റിപ്പോർട്ട്. അപ്പം ഈ കമ്മിറ്റി വരുന്നതെന്ന് പറഞ്ഞാൽ 1996 പ്രിൻസിപ്പിൾ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് വരുന്നത്, 4th സ്റ്റേജിൽ പ്രിൻസിപ്പിൾ ബൈ ICA വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഡോക്ടർ ഇവാൻ മക്പേഴ്സൺ, കാനഡയിൽ നിന്നുള്ള ആളായിരുന്നു, അദ്ദേഹമായിരുന്നു ഇതിൻ്റെ ഹെഡ്. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് മക്പേഴ്സനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് 1992 മക്പേഴ്സനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 1994. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 1994. പിന്നെ ഈ റിപ്പോർട്ട് അപ്രൂവ് ചെയ്യുന്നത്, അതായത് ഈ പ്രിൻസിപ്പിൾ അപ്രൂവ് ചെയ്യുന്നത് 1995 മഞ്ചസ്റ്റർ കോപ്പറേറ്റീവ് കോൺഗ്രസ്സിലാണ്. അത് 31st കോപ്പറേറ്റീവ് കോൺഗ്രസ് ആയിരുന്നു, മഞ്ചസ്റ്റർ കോപ്പറേറ്റീവ് കോൺഗ്രസ്. 23rd സെപ്റ്റംബർ 1995 റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ അപ്രൂവ് ചെയ്യുന്നത്. 1995 സെപ്റ്റംബർ 23rd അതിനായിരുന്നു റിപ്പോർട്ട് അപ്രൂവ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഇവാൻ മക്പേഴ്സൺ ഒരു 7 പ്രിൻസിപ്പിളായിരുന്നു പറയുന്നത്. അത് ഫസ്റ്റ് വൺ വോളണ്ടറി ആൻഡ് ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർഷിപ്പ്, 3rd മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, 4th ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, 5th എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ, 6th കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, 7th കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. അങ്ങനെ 7 പ്രിൻസിപ്പിളായിരുന്നു മക്പേഴ്സൺ അഥവാ ICA പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നത്. 7 പ്രിൻസിപ്പിളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ 7 പ്രിൻസിപ്പിളാണ്. അപ്പം ഇതാണ് ICAയുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് അറിയപ്പെടുന്നത്. ഇത് 4th 4 സ്റ്റേജായിട്ടാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ വരുന്നത്. ഇതിൽ 3 സ്റ്റേജ് ICA ഡെവലപ്പ് ചെയ്തതാണ്. ഒന്ന് റോക്ക്ടെയിൽ പ്രിൻസിപ്പിൾ എന്നും അറിയപ്പെടുന്നു.